സംസ്ഥാനതല ബധിര കായികമേള ഫെബ്രുവരി 6, 7, 8 തീയതികളിൽ തലശ്ശേരിയിൽ നടക്കും. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നും മത്സരിച്ച് വിജയികളായെത്തുന്ന 800ഓളം ബധിര മൂക കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സ്മാരക സ്റ്റേഡിയത്തിൽ 3 ദിവസങ്ങളിലായി നടത്തുന്ന കായികമേള കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചതായി സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ബധിര കായിക കൗൺസിലാണ് കായികമേളയ്ക്ക് ചുക്കാനേന്തുന്നത്. ഇത് സർക്കാർ അംഗീകാരമുള്ള സംഘടനയാണെങ്കിലും കഴിഞ്ഞ 6 വർഷമായി മേള നടത്താനുള്ള ഫണ്ട് അനുവദിക്കാത്തത് സാമ്പത്തികമായി കൗൺസിലിനെ ഏറെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഈ കടമ്പ മറികടക്കാൻ സ്വന്തമായി ഫണ്ട് സമാഹരിച്ചു വരികയാണെന്ന് സ്വാഗത സംഘം ജനറൽ കൺവീനർ K. അഷ്റഫും സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് പുരുഷോത്തമനും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കായിക താരങ്ങളുടെയും ഒഫീഷ്യലുകളുടെയും താമസം, ഭക്ഷണം, ഗ്രൗണ്ട് സജ്ജീകരണം തുടങ്ങിയവ ഒരുക്കാൻ 15 ലക്ഷത്തോളം രൂപ മേളയ്ക്ക് ചിലവ് പ്രതീക്ഷിക്കുന്നു. ഇതിനായി കൂപ്പൺ പിരിവ്, സർക്കാർ അനുമതിയോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സംഭാവനകൾ കൂടാതെ ഉദാരമതികളിൽ നിന്നും കായിക കൂട്ടായ്മയിൽ നിന്നും സമാഹരിക്കുന്ന തുകയും ഉപയോഗപ്പെടുത്താനാണ് തീരുമാനമെന്നും ഭാരവാഹികൾ വിശദീകരിച്ചു. കേരളത്തിലെ കേൾവി ശേഷിയും സംസാരശേഷിയും ഇല്ലാത്ത വൈകല്യമുള്ള കുട്ടികളുടെ വിദ്യാർത്ഥിനികളുടെ കായിക മേള തലശ്ശേരിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്പോർട്സ് കൗൺസിൽ ഓഫ് ദ ഡെഫ് സ്റ്റേറ്റ് കമ്മിറ്റിയും അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിൽ ഓഫ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും ഈ സംരംഭം ഏറ്റെടുത്തുകൊണ്ട് തലശ്ശേരി ജസ്റ്റിസ് VR കൃഷ്ണയ്യർ മെമ്മോറിയൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഒരു സ്വാഗത സംഘ രൂപീകരണം ഞങ്ങളൊരു 4 മാസം മുമ്പ് നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കറുടെ സാന്നിധ്യത്തിലായിരുന്നു നടത്തിയിരുന്നത്. അതിനുശേഷം ഇതിന്റെ ലോഗോ പ്രകാശനം ബഹുമാനപ്പെട്ട സ്പീക്കറിന്റെ ആണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് 13/7/2024. നേരത്തെ നമ്മൾ നിശ്ചയിച്ചിരുന്നത് ജനുവരി 11, 12, 13 തീയതികളിലാണ്. അപ്പോ വിവിധ കാരണങ്ങളാൽ ആ ഡേറ്റ് മാറ്റി വരുന്ന ഫെബ്രുവരി 6, 7, 8 തീയതികളിലാണ് തലശ്ശേരിയിൽ വെച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 800ഓളം വിവിധ കായിക താരങ്ങളായിട്ട് തലശ്ശേരിയിലെത്തും. അവരുടെ ടീമിന്റെ ഒഫീഷ്യൽ ആൾക്കാരും ചില രക്ഷിതാക്കളും അടക്കം ഏകദേശം 1000 ആൾക്കാരോളം തലശ്ശേരിയിൽ വരും. ഇപ്പൊ 800 മുതൽ 1000 വരെ വരുന്ന കായിക താരങ്ങൾക്കും ഒഫീഷ്യലിനും നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ഒന്ന്, ഈ കായിക താരങ്ങൾക്കുള്ള അക്കോമഡേഷൻ, ഈ 3 ദിവസമുള്ള 3 നേരത്തെ ഫുഡ്, അതോടൊപ്പം ഇവരുടെ കായിക മേള നടക്കുന്ന ഗ്രൗണ്ട്, അതോടൊപ്പം ആ കായിക മത്സരം നടത്താൻ ശേഷിയുള്ള അധ്യാപകരുടെ അടങ്ങുന്ന അഭ്യർത്ഥിമാർ, അതേപോലെ തന്നെ മെറ്റീരിയൽസ്, ഓരോ മത്സരത്തിനും വേണ്ടുന്ന മെറ്റീരിയൽസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഞങ്ങളിത് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതില് ഇപ്പൊ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത 3 ആൾക്കും ചെവി കേൾക്കുകയില്ല, സംസാരിക്കാനും സാധ്യമല്ല. ഞങ്ങളതിന്റെ തലപ്പത്ത് നിന്നിട്ട് ഇവർക്ക് വേണ്ടുന്നത് നേരത്തെ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് പുരുഷോത്തമൻ സാറിന്റെ മകനും എന്റെ മകളും ഒക്കെ ഇതേ രീതിയിലുള്ള ഭിന്നശേഷിക്കാരായതുകൊണ്ട് അന്ന് മുതലേ ഈ വിഭാഗത്തിന്റെ ഓടൊപ്പം സഞ്ചരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് നമ്മൾ രണ്ടുപേരും. സ്വാഗത സംഘം സെക്രട്ടറി MN അബ്ദുൾ റഷീദ്, ട്രഷറർ AK ബിജോയ്, വൈസ് പ്രസിഡന്റ് PP സനിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു.